പേളിമാണയിലെ വൈറൽ ചെമ്മീൻ റോസ്റ്റ് ഉണ്ടാക്കിയാലോ. അപ്പോൾ ഇത് വൃത്തിയാക്കിയ ചെമ്മീനകത്തോട്ട് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, നാരങ്ങാനീര് എല്ലാം കൂടെ ചേർത്ത് മാരിനേറ്റ് ചെയ്ത് 1/2 മണിക്കൂർ വെക്കുന്നുണ്ട് കേട്ടോ. വെളിച്ചെണ്ണ ഒഴിച്ച് കറിവേപ്പില ഇട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാമേ. ഈ പാനിനകത്തോട്ട് തന്നെ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളിയും ചതച്ചതായാലും ചേർക്കാം, അല്ലാതെ ചെറുതായിട്ട് അരിഞ്ഞതായാലും ചേർക്കാം കേട്ടോ. ഒന്ന് പച്ചമണം മാറി വരുമ്പോൾ അതിനകത്ത് 2 സവോള നീളത്തിൽ അരിഞ്ഞതും കൂടെ ചേർത്ത് നന്നായിട്ട് വഴറ്റാം. ഇടയ്ക്ക് കുറച്ച് ഉപ്പും കൂടി ഇട്ടോ കേട്ടോ. അതിനുശേഷം ഇതിനകത്ത് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് മസാലകൾ ചേർത്ത് കൊടുക്കാമേ. മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി കുറച്ച് ചേർത്താൽ മതി. ഒന്ന് നന്നായിട്ടൊന്ന് വഴറ്റി ഇതൊക്കെ ഒന്ന് മൂത്ത് കഴിയുമ്പോൾ ഒരു തക്കാളിക്ക് നീളത്തിൽ അരിഞ്ഞ് ചേർത്ത് നന്നായിട്ടൊന്ന് സോഫ്റ്റ് ആവട്ടെ. ഇതൊന്ന് വെന്തുടഞ്ഞ് വരുന്ന സമയത്ത് കുറച്ച് വെള്ളവും കൂടെ ചേർത്ത് തിളപ്പിച്ച് അതിനകത്തോട്ട് നമ്മൾ വറുത്ത് മാറ്റി വെച്ചേക്കുന്ന ചെമ്മീനും കൂടി ഇട്ട് കൊടുക്കുക കേട്ടോ. എല്ലാം കൂടെ ഒന്ന് ഇളക്കി ഉപ്പൊക്കെ ഉണ്ടോ എന്ന് നോക്കിയിട്ട് ഒന്ന് അടച്ച് വെച്ച് കുറച്ച് നേരം കൂടെ വേവിച്ചെടുക്കാം. ഒന്ന് വറ്റി വെള്ളമൊക്കെ വറ്റി എണ്ണയൊക്കെ തെളിഞ്ഞ് വരുമ്പോൾ നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ഒരു മേമ്പൊടിക്ക് ഇട്ട് കൊടുക്കാം. അപ്പം നമ്മുടെ പേളി ചേച്ചിയുടെ വൈറൽ ചെമ്മീൻ റോസ്റ്റ് റെഡി. അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കണേ. ടാറ്റാ.